21 ഒക്ടോബർ 2009 6 വയസ്സുള്ള എമ്മ ബുസ്റ്റമാന്റെ അവരുടെ അയൽക്കാരുടെ വാതിലിൽ മുട്ടി. 9 വയസ്സുള്ള എലിസബത്ത് ഓൾട്ടനെ പുറത്തു തന്നോടൊപ്പം കളിക്കാൻ വിളിക്കാനായിരുന്നു. ബുസ്റ്റമാന്റെയുടെ വീടും ഓൾട്ടൻ വീടും പരസ്പരം അടുത്തായിരുന്നു. 2 പെൺകുട്ടികളും പലപ്പോഴും പരസ്പരം വീടുകളിൽ കളിക്കുമായിരുന്നു. എലിസബത്തിന്റെ അമ്മ പാറ്റി അടുക്കളയിൽ അത്താഴം തയ്യാറാക്കുകയായിരുന്നു. എമ്മ എലിസബത്തിനെ പുറത്തു കളിക്കാൻ ക്ഷണിക്കാൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അത്താഴം ഉടൻ തയ്യാറാകുമെന്നതിനാൽ കളിക്കാൻ പോകാൻ പാറ്റി ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ പെൺകുട്ടികൾ കളിക്കാൻ വിടണമെന്ന് പാറ്റിയോട് അപേക്ഷിച്ചു. ഒടുവിൽ പാറ്റി സമ്മതിച്ചു. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് മടങ്ങാൻ പാറ്റി എലിസബത്തിനോട് പറഞ്ഞു. പെൺകുട്ടികൾ സന്തോഷിച്ചു. അവർ വീട് വിടാൻ ഒരുങ്ങുന്നു. നിർഭാഗ്യവശാൽ പാറ്റി തന്റെ മകൾ എലിസബത്തിനെ അവസാനമായി അന്നാണ് കാണുക. വൈകുന്നേരം 6 മണി കഴിഞ്ഞു. എലിസബത്ത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് പാറ്റി ശ്രദ്ധിച്ചു. അല്പം ആശങ്കാകുലയായ പാറ്റി ബുസ്റ്റമാന്റെയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. എമ്മയുടെ മുത്തശ്ശിക്കാരൻ ഫോൺ എടുക്കുന്നു. ഇരുട്ടാകുന്നതിനാലും അത്താഴം തയ്യാറായതിനാലും എലിസബത്തിനോട് വീട്ടിലേക്ക് മടങ്ങാൻ പാറ്റിക്കാരനോട് പറയുന്നു. എന്നാൽ എലിസബത്ത് ഒരിക്കലും അവരുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് കാരൻ പറയുന്നു. ഇത് കേട്ട പാറ്റി ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് തന്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞു. പോലീസും വളണ്ടിയർമാരും എല്ലാവരും എലിസബത്തിനെ അന്വേഷിക്കാൻ എത്തി. നിർഭാഗ്യവശാൽ അവർക്ക് അവളെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം പോലീസ് എലിസബത്തിന്റെ ഫോണിലേക്ക് പിങ് ചെയ്യാൻ ശ്രമിച്ചു. അത് കാട്ടിലെ ഒരു പ്രത്യേക പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഒടുവിൽ എലിസബത്തിന്റെ ഫോൺ ഓഫ് ആയി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ശേഷവും അവർക്ക് എലിസബത്തിനെ കണ്ടെത്താനായില്ല. പോലീസിന് ഫോൺ രേഖകൾ ലഭിച്ചു. എലിസബത്തിനോട് അവസാനമായി സംസാരിച്ചത് എമ്മ ബുസ്റ്റമാന്റെയുടെ സഹോദരിയായ 15 വയസ്സുള്ള അലിസ ബുസ്റ്റമാന്റെയാണെന്ന് അവർ കണ്ടു. എമ്മ ബുസ്റ്റമാന്റെയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൗൺസിലർ എമ്മയോട് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അവർ ബുസ്റ്റമാന്റെയുടെ വീട്ടിൽ വന്ന് 1 മണിക്കൂറോളം കളിച്ചുവെന്നും പിന്നീട് എലിസബത്ത് തന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. എലിസബത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് എമ്മ കണ്ടു. പക്ഷെ വീട്ടിലേക്ക് കയറുന്നത് വരെ എമ്മ ഒക്കിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് താനും എലിസബത്തും കളിക്കാൻ കാട്ടിലേക്കാണ് പോയതെന്ന് മാറ്റി പറഞ്ഞു. എമ്മ അലീസയെ കണ്ടപ്പോൾ അവളുടെ പാന്റിൽ രക്തം കണ്ടതായി എമ്മ പറഞ്ഞു. പക്ഷേ അവൾക്ക് പീരീഡ്സ് ആണ് എന്ന് അലീസ് അവളോട് പറഞ്ഞു. പോലീസ് അലീസയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വീട് പരിശോധിക്കാൻ അവർക്ക് ഒരു സെർച്ച് വാറണ്ടും ലഭിച്ചു. അലീസയുടെ മുറിയിൽ പരിശോധന നടത്തുമ്പോൾ ചെളി നിറഞ്ഞ വസ്ത്രങ്ങളും ചട്ടുകങ്ങളും കണ്ടെത്തി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞത് ചത്ത മൃഗങ്ങളെ കാണുമ്പോഴെല്ലാം ബഹുമാനം പ്രകടിപ്പിക്കാൻ അവയെ കുഴിച്ചിടാറുണ്ടെന്നാണ്. പോലീസ് അവളുടെ ഡയറി കണ്ടെത്തി. അതിൽ കൊല്ലാനുള്ള അവളുടെ ഇരുണ്ട ആഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നു. എലിസബത്തിനെ കാണാതായ അതേ ദിവസം തന്നെ ജേണലിൽ ഒരു എൻട്രി പോലീസ് കണ്ടെത്തി. പക്ഷേ അത് കഠിനമായി പേന കൊണ്ട് മായ്ച്ചു കളഞ്ഞിരുന്നു. അടിയിൽ എഴുതിയത് അവർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. എലിസബത്തിനെ കൊന്നത് അലിസയാണെന്ന് ഇത് സ്ഥിരീകരിച്ചു. അലീസയെ ചോദ്യം ചെയ്യുമ്പോൾ അവളുടെ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അലിസ എലിസബത്തിനെ കൊന്നുവെന്ന് അവളുടെ മുത്തശ്ശിക്ക് മനസ്സിലായപ്പോൾ മുത്തശ്ശിക്ക് കരച്ചിൽ അടക്കാനായില്ല. ഇത്രയും നേരം ഒരു വികാരവും കാണിക്കാതെ നിന്ന അലിസ മുത്തശ്ശി കരയുന്നത് കണ്ടപ്പോഴാണ് കരയാനും താൻ ചെയ്തതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അവൾ സത്യം പറയാൻ തീരുമാനിച്ചു. എലിസബത്തിനെ കാട്ടിലേക്ക് ആകർഷിക്കാൻ 6 വയസ്സുള്ള സഹോദരി എമ്മയെ ഉപയോഗിച്ചു അലിസ. അവർ അവിടെ എത്തിയപ്പോൾ അലിസ അവരെ കണ്ടുമുട്ടി. എലിസബത്തിനെ അലീസയുടെ കൂടെ ഉപേക്ഷിച്ച് എമ്മ വീട്ടിലേക്ക് മടങ്ങി. കാട്ടിൽ തനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അലിസ എലിസബത്തിനോട് പറയുകയും അവളെ അവിടെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. എലിസബത്ത് അലിസയെ അവളെ സ്വന്തം സഹോദരിയായാണ് കണ്ടിരുന്നത്. അവളെ വിശ്വസിക്കുകയും ചെയ്തു. 2 ആഴം കുറഞ്ഞ ശവക്കുഴികളുടെ അടുത്തേക്ക് എലിസബത്ത് എത്തുമ്പോൾ അവൾ കോൺഫ്യൂസ്ഡ് ആയി. അപ്പോഴാണ് അലിസ എലിസബത്തിനെ കഴുത്തുനിരിക്കുകയും കത്തിക്കൊണ്ട് 7 തവണ കുത്തുകയും ഒരു ശവക്കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. എലിസബത്തിനെ കുഴിച്ചിട്ടതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ അലിസ തന്റെ ജേണലിൽ കൊലപാതകത്തെക്കുറിച്ച് എഴുതുകയും അത് തനിക്ക് എത്രമാത്രം സന്തോഷം നൽകി എന്ന് എഴുതുന്നു. അതിനുശേഷം ഒരു ചർച്ച് ഡാൻസിന് തന്റെ മുത്തശ്ശിയുടെ കൂടെ പോവുകയും ചെയ്യുന്നു. പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ ശേഷം അവൾ അവരെ എലിസബത്തിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് അവൾ എലിസബത്തിനെ തിരഞ്ഞെടുത്തതെന്നും കൊലപാതകത്തിന് ഒരു പ്രത്യേക കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എലിസബത്ത് ഒരു എളുപ്പ ടാർഗറ്റ് ആയിരുന്നുവെന്നും ഒരാളെ കൊല്ലുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു. കുതിരവണ്ടിയിൽ കൊണ്ടുപോയ ഒരു പിങ്ക് ശവപ്പെട്ടിയിലാണ് എലിസബത്തിനെ അടക്കം ചെയ്തത്. എലിസബത്ത് ജീവിച്ചിരുന്നപ്പോൾ അവൾ ഒരു രാജകുമാരിയായിരുന്നുവെന്നും ഒരു രാജകുമാരിയുടെ ശവകുടീരം അർഹിക്കുന്നുവെന്നും അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു.